മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനും കുടുംബത്തിനുമെതിരായ ഭൂമി ഇടപാട് ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ കോൺഗ്രസ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് അവരുടെ ആവശ്യം. അതേസമയം ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിക്കളഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുകയാണ്. അച്യുതൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലിരിക്കെ ഏതാണ്ട് 168ഓളം ഏക്കർ ഭൂമി വാങ്ങിച്ചു എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. അത് വികസന പദ്ധതികളുടെ മറവിലായിരുന്നു ഈ വലിയ ഭൂമി ഇടപാട് നടന്നത്. കോടികൾ വിലമതിക്കുന്ന ഭൂമികളാണ് സ്വന്തമാക്കിയത് എന്നായിരുന്നു ആരോപണം. ആ ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ ഓഫീസ് തള്ളിയിരിക്കുന്നത്. അദ്ദേഹം 2023 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഒരു ഭൂമിയും വാങ്ങിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സീമ യാദവും ഭൂമി വാങ്ങിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. മോഹൻ യാദവ് ഈ വിഷയത്തിൽ വിശദമായി തന്നെ പ്രതികരിക്കും, അദ്ദേഹം ഒരു വിശദീകരണം നൽകും എന്ന കാര്യം കൂടി CM-ന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ വലിയ വിമർശനവും ആരോപണങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും ഉയരുകയാണ്. കോൺഗ്രസ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവായിട്ടുള്ള ജയറാം രമേശ് പറഞ്ഞത് ഡബിൾ എഞ്ചിൻ സർക്കാരല്ല, മധ്യപ്രദേശിലൊരു കൊള്ളയടിക്കുന്ന എഞ്ചിൻ സർക്കാരാണ് ഭരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോടികളുടെ ഒരു ഭൂമി ഇടപാട് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ KC വേണുഗോപാലും സമാനമായ രീതിയിലൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഒരു വശത്ത് അദ്ദേഹത്തിന് രാജിക്കായുള്ള പ്രതിഷേധം ഉയരുന്നു, മറുവശത്ത് ആരോപണങ്ങൾ തള്ളുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.